ഈ വീഡിയോയുടെ ചിത്രത്തിലേക്ക് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കുന്ന ഈ രണ്ടിലേതെങ്കിലും ഒരു പുഷ്പത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തേക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്നു കാണുക. നിങ്ങൾക്കറിയാൻ കഴിയും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക. ഇവ അറിയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ച് കണ്ണുകളടച്ച് ചിത്രത്തിലേക്ക് നോക്കി കണ്ണുകൾ അടച്ചു തുറന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുഷ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അപ്പോൾ പറയുന്ന ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനുണ്ടായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്. ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇനി ആദ്യം പറയുന്നത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ആ വ്യക്തികൾ എന്താണ് ചിന്തിക്കുന്നുണ്ടാവുക എന്നറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് പോലും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അടക്കി പിടിച്ചിരിക്കുകയാണ് ഹൃദയം കൊണ്ട്. നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയവുമുണ്ട്. നിങ്ങളെ ഒരിടത്തും വിടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അധികം ആരോടും ആ വ്യക്തി സമ്പർക്കമോ ബന്ധമോ പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അടുത്ത ബന്ധത്തിലുള്ള കുറച്ചാളുകൾ മാത്രമേ ആ വ്യക്തി നിങ്ങളെ കൂടാതെ മനസ്സ് തുറക്കുന്നുള്ളൂ. ആ വ്യക്തിയുടെ ഹൃദയം മുഴുവൻ നിങ്ങളാണ്. നിങ്ങൾ മറ്റാരുടെയെങ്കിലും സ്വഭാവത്തെക്കുറിച്ചോ രീതിയെക്കുറിച്ചോ പുകഴ്ത്തി പറയുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. വളരെ ദൈവവിശ്വാസമൊക്കെ ആ വ്യക്തിക്കുണ്ട്. പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളെ പിരിയാനൊന്നും പോകുന്നില്ല. വളരെ ശക്തിയുള്ള ബന്ധമാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ദൃഢമാണ്. ആ വ്യക്തി പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെ അത്രത്തോളം സ്നേഹിച്ചിട്ടില്ലായിരിക്കാം. ആ വ്യക്തിക്ക് ഉള്ളിലുള്ളത് പലപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോട് ഇഷ്ടമാണ് എന്നുള്ളത് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് പോലും പലപ്പോഴും അത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ദൃഢമാണ്. അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല അത്. കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമായിരിക്കാം. അത്രത്തോളം ദൃഢമാണ്. അത് ഈ പ്രപഞ്ചത്തിലെ നല്ല ശക്തികളാൽ ശക്തി പകർന്നിരിക്കുകയാണ്. ചില ആളുകൾ ഈ ബന്ധം പിഴുതെറിയാൻ ശ്രമിക്കുന്നുണ്ട്. സൂക്ഷിക്കണം. മനസ്സിൽ നിന്ന് ഒഴിപ്പിക്കാനൊക്കെ ശ്രമിച്ചേക്കാം. ചിലർക്കതിന് ആഗ്രഹവുമുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ മനസ്സിലുള്ളത് മറ്റൊരാൾക്ക് അത്രത്തോളം കഴിയണമെന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ ലഭിച്ചില്ലെങ്കിലും ആ വ്യക്തിയുടെ ശ്വാസനിശ്വാസങ്ങളിൽ നിങ്ങളുണ്ടായിരിക്കും. അത്രത്തോളം ദൃഢമാണ്. ഇതാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവർ, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പല പ്രതിബന്ധങ്ങളും ഉണ്ട്. കുറേ ആളുകൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്, കുറേ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ. എന്നാൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച ആൾക്കാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കുറച്ച് അകൽച്ചകൾ ഉണ്ടാക്കാനൊക്കെ അവർക്ക് സാധിച്ചു. പക്ഷേ എന്നിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ പോയിട്ടില്ല. ചെറിയ അകൽച്ചകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട്. ശ്രമിച്ചവരൊന്നും പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുമില്ല. ചെറിയ തെറ്റിദ്ധാരണകൾ നിങ്ങളെക്കുറിച്ച് ഉണ്ടാക്കിയെങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ക്ഷണികമായ നേട്ടങ്ങൾ അസൂയാലുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബന്ധം തകർക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുമുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പല വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്നേക്കുമായി പിരിയാനുള്ള സംഭവം ഉണ്ടായെങ്കിലും ഏറ്റില്ല. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ധാരാളം സന്തോഷങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ പഴയ കാര്യങ്ങളാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്, ഇപ്പോഴുള്ളതല്ല. നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. അകൽച്ച ഉണ്ടായെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക.
ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ എന്നോടത്ര സ്നേഹം ഉണ്ടായില്ല എന്നാണെങ്കിൽ അത് തോന്നൽ മാത്രമാണ്. ആ വ്യക്തി ചിലരെ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് ചിലരറിയാതിരിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് സ്വാർത്ഥതയില്ല. നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ ആ വ്യക്തിക്ക് പ്രശ്നമില്ല. വളരെ ഓപ്പണായിട്ടുള്ള മനുഷ്യനാണ്. പല കാര്യങ്ങളിലും വാശിയൊന്നുമില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാനും ആ വ്യക്തി തയ്യാറാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ അവർക്കിഷ്ടപ്പെടാത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നീരസം തോന്നാറുണ്ട്. പക്ഷേ ആ വ്യക്തി അതൊന്നും ചോദിക്കാറില്ല. പലപ്പോഴും ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബന്ധങ്ങളെ ബാധിച്ചില്ല, കുറച്ചുകൂടി ദൃഢമാക്കി. അത് മാറിയും മറിഞ്ഞും വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് തിരിച്ചു വരണം എന്നുണ്ട്.